ഓഫീസിനടുത്തുള്ള പോലീസ് ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അത്രയ്ക്ക് കാശില്ല, കാശ് വേണം. അതാണ് ട്രെയിനിങ് ഉദ്യോഗസ്ഥാർത്ഥികളെ അവരെ പരിശീലിപ്പിക്കാനായിട്ട് ഉദ്യോഗാർത്ഥികളെ പരിശീലന ഗ്രൗണ്ട് ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്താൽ ലഹരി മാഫിയ കേസുകളും മയക്കുമരുന്ന് അതിനെതിരെ പോരാടാൻ വേണ്ടി എക്സൈസിൽ വേണ്ട കോൺസ്റ്റബിൾമാരില്ല. എന്തൊക്കെയാ നടക്കുന്നത്? കൈബലമുള്ളവർ കാര്യക്കാർ. തിരുവനന്തപുരത്ത് നിസ്സാര പൈസയേ ഉള്ളൂ. തൃശ്ശൂർ ആക്കിയാലും വേറെ എവിടെ ആക്കിയാലും അവിടെ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ സർക്കാരിനുണ്ടോ? നിസ്സാര ചെലവിൽ പരിശീലനം, പ്രതിസന്ധിയെ തരണം ചെയ്ത് ഇങ്ങനെയാണോ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നത്? ഈ ലിസ്റ്റ് പേരുള്ള ട്രെയിനിങ് ഉദ്യോഗാർത്ഥികളെ ട്രെയിനിങ് കൊടുക്കണ്ടേ പോലീസിലേക്ക് അവരുടെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി? എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അതുപോലെ തന്നെ ഇപ്പം മലപ്പുറത്തുനിന്ന് 2 പെൺകുട്ടികളെ കാണാതെ പോയി. വീട്ടിലുള്ള രക്ഷാകർത്താക്കളുടെ കൺട്രോൾ കുറവാണ്. അവർക്ക് എവിടെ നിന്നാണ് ഈ 10,000 രൂപ? അവർക്ക് എവിടെ നിന്നാണ് കാശ്? അവരിറങ്ങിത്തിരിക്കാനുള്ള കാരണം എന്താണ്? ഇതെല്ലാം അന്വേഷിക്കണം. നമ്മുടെ പാരൻസിന് ഇതിൻ്റെ ചുമതലയുണ്ട്. പാരൻസ് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങി പോകത്തൊന്നുമില്ല. ഇതെല്ലാം നിയന്ത്രിക്കണം. എന്നിട്ട് അവരെ അർദ്ധരാത്രി 12:30 മണിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോയെടുത്ത് 10,000 രൂപ കൊടുത്തു തിരികെ. ഇതെല്ലാം പോലീസുകാരാണ് തിരികെ കൊണ്ടുവരുന്നത്. അവർ ഉറങ്ങാതെ ഇവരെ അന്വേഷിച്ച് ബോംബെ വരെ എത്തി. മുംബൈയിൽ നിന്ന് അവരെ കണ്ടുപിടിച്ച് ഇനി തിരികെ താനൂരിൽ നിന്ന് തിരികെ അവരെ നമ്മുടെ കേരളത്തിലെത്തിക്കണം. ഇതെല്ലാം നമ്മുടെ രക്ഷകർത്താക്കളെല്ലാം ഇതെല്ലാം ശ്രദ്ധിക്കണം. അവരുടെ വീഴ്ചക്കുറവാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. നമ്മളെ സമൂഹം കൂടെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ഈ കുട്ടികളെയൊക്കെ ശരിയാക്കാൻ വേണ്ടി. ഈ കുട്ടികൾ ലഹരി മാഫിയയിലൊക്കെ കുടുങ്ങിപ്പോയാൽ എന്താ ചെയ്യണേ? ഇതൊക്കെ ആരാ ശ്രദ്ധിക്കണത്?